കൊട്ടാരക്കരയിലെ UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റി നമുക്കൊപ്പം ചേരുകയാണ്. ക്യാമ്പയിൻ അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഇത് കൂറുമാറ്റമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചയെന്നാണ് എല്ലാവരും പറയുന്നത്. ശരിക്കും കൂറുമാറ്റമാണോ അതോ വികസന വിഷയങ്ങളാണോ ഇവിടുത്തെ ചർച്ച? ഇവിടുത്തെ കൂറുമാറ്റം ഒരു വിഷയമേ അല്ല. അതൊരിക്കലും ഒരു വിഷയമാവേണ്ട കാര്യം. ജനങ്ങൾക്ക് പൾസ് നമുക്ക് മനസ്സിലാവും. ഇവിടെ വികസന പ്രവർത്തനങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചർച്ച. ഈ നാട്ടിൽ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ, ഗവൺമെന്റിന്റെ ഒട്ടും ജനകീയമല്ലാത്ത പ്രവർത്തനങ്ങളും അതുപോലെ വികസന പ്രവർത്തനങ്ങളുടെ പിന്നോട്ട് പോക്കും തന്നെയാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ അതാ കാണാൻ കഴിയുന്നത്. ഞങ്ങളെ ചതിച്ചിട്ട് പോയവർക്ക് മറുപടി നൽകും എന്നതാണ് CPM പറയുന്ന ഒരു വാദം. അങ്ങനെ മറുപടി നൽകേണ്ട ഒരു സാഹചര്യമുണ്ടോ? ഒരിക്കലുമില്ല. എന്നെ ചതിച്ചതിന് തീർച്ചയായിട്ടും ജനങ്ങൾ അവർക്ക് മറുപടി കൊടുക്കും. കാരണം ഒരു ജനപ്രതിനിധിയായി നിരവധി വർഷം ഇരുന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഞാൻ മാറിക്കഴിഞ്ഞ് പുതുതായിട്ട് വന്ന എന്റെ എതിർ സ്ഥാനാർത്ഥി എന്നെ പോലും പങ്കെടുപ്പിക്കാതെ, ഒരു നോട്ടീസിൽ പോലും പങ്കെടുപ്പിക്കാതെ, ഇനി ഈ സഹായം വേണ്ട, പൊതുസമൂഹവുമായിട്ട് ഞാൻ ബന്ധപ്പെടണ്ട എന്നുള്ളൊരു ഹിഡൻ അജണ്ട വെച്ചിട്ട് അവരെല്ലാം കൂടി ചേർന്ന് നമ്മളെ പൊതുമണ്ഡലത്തിൽ നിന്ന് മാറ്റി നിർത്തിയതിന്റെ ആ ചതിവിന്റെ മറുപടി ജനങ്ങൾ കൊടുക്കും. UDF വോട്ടുകൾക്കൊപ്പം CPM വോട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? കിട്ടാതിരിക്കത്തില്ല. കാരണം താഴെ തട്ടിലുള്ള സഖാക്കൾക്ക് എന്നെ അറിയാം. ഞാൻ ആരെയും ചതിക്കുന്ന ആളല്ലെന്നറിയാം. എന്നെ ഒഴിവാക്കി വിട്ട കാര്യങ്ങൾ അവർക്കെല്ലാം നന്നായി അറിയാം. നല്ല വിഷമമുണ്ട്. ഉറപ്പായിട്ടും എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുടെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവും. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഒരു കാര്യം കൂടി, BJPയുമായി, അതായത് ഇപ്പം കോൺഗ്രസിലേക്ക് എത്തുന്നതിന് മുമ്പ് BJPയിലേക്കും കൂടി എത്താൻ ശ്രമം നടത്തിയെന്നൊരു ആരോപണം കൂടി അവർ പുതിയതായിട്ട് ഉന്നയിക്കുന്നു. ചെന്നെത്താനല്ലോ, ഞാനത് ഓൾറെഡി പറഞ്ഞതല്ലേ. ഞാൻ എല്ലാത്തിൽ നിന്ന് ഒഴിവായി, എന്നെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കണം, ഇങ്ങനെ അവഗണിച്ചാൽ ഞാൻ അതിൽ ഇരിക്കില്ല എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് ഞാൻ സ്വയം ഒഴിവായി പോയി. എനിക്ക് വയ്യാന്ന് തന്നെ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വേണ്ടേ ഒഴിവാവാൻ. ഒഴിവായപ്പോൾ സകല പാർട്ടിക്കാരും, BJP, കോൺഗ്രസ് തുടങ്ങി വേറെ ചെറിയ പാർട്ടികൾ ഉൾപ്പെടെ, ഇടതുപക്ഷത്തിലെ പോലും ചില പാർട്ടികൾ ഉൾപ്പെടെ എന്നോട് പൊതുമണ്ഡലത്തിൽ നിന്ന് മാറരുത്, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ വരണമെന്ന് ഇവരെല്ലാവരും എന്നെ വിളിച്ചതാണ്. അപ്പോഴൊന്നും ഞാൻ എങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്റെ ഓഫീസിൽ പോവാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കോൺഗ്രസിന്റെ ആൾക്കാർ നിരന്തരം, BJPയുടെ ആൾക്കാരും വിളിച്ചിരുന്നു. എല്ലാ പാർട്ടിക്കാരും അങ്ങനെ പോകരുത്, വരണം, മുന്നോട്ട് വരണം എന്ന് പറഞ്ഞു. അതിന്റെ ഫലമായിട്ട് ഞാൻ അവസാനം കോൺഗ്രസിന്റെ ആൾക്കാർ നിരന്തരമായിട്ട് പറഞ്ഞു എന്തുകൊണ്ട് ഞാൻ പുറകോട്ട് പോകരുതെന്ന്. അതുകൊണ്ട് ദേശീയ പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസിലെ ഇടതുപക്ഷം ഉൾപ്പെടെ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിലുള്ളതാ. ഇതൊരു നാഷണൽ പാർട്ടിയാണ്. അതുകൊണ്ട് കോൺഗ്രസിലേക്ക് അവരെ വിളിച്ചു. BJPയും വിളിച്ചിരുന്നു, എല്ലാ പാർട്ടിക്കാരും വിളിച്ചിരുന്നു. കോൺഗ്രസിന്റെ കൂട്ടി ചേരാനായിട്ട് തീരുമാനമെടുത്തു. അത്രയേ ഉള്ളൂ. അല്ലാതെ എങ്ങും പോയി ചേരാൻ ഞാൻ ആലോചിച്ചില്ല. എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ളതേ ഉള്ളൂ. ഇതൊക്കെ സത്യമായിട്ട് ഞാൻ പറഞ്ഞു. പിന്നെ ആരോപണങ്ങൾ എങ്ങനെ വേണേലും ഉന്നയിച്ചോളൂ. ഒരാൾ മാറിയാൽ അവരെ എങ്ങനെ ടാർഗറ്റ് ചെയ്യാമെന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ കാണുന്നത്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. സ്ത്രീകളെ പരിഗണിക്കുന്നവരാണെന്ന് പറയുന്ന ഇന്നത്തെ ഇടതുപക്ഷ പാർട്ടി CPIM സ്ത്രീകളെ ഇത്രയേ അവഹേളിക്കുന്ന ഒരു പാർട്ടി വേറെയില്ല. അതാണ് പാർട്ടി മാറിയപ്പോൾ ഒരു സ്ത്രീയോട് കാണിക്കാൻ കൊള്ളാത്ത അത്രത്തോളം വളരെ മ്ലേച്ഛമായ ഭാഷയിൽ സോഷ്യൽ മീഡിയ അറ്റാക്ക് ഈ എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഓരോന്നും എടുത്തു നോക്കിയാൽ കമന്റ്സ് വായിച്ചാൽ അറിയാം. ഇന്നലെ വരെ നന്നായി ചെയ്യുന്ന ഐഷ പോറ്റി എന്ന് പറഞ്ഞ് പാർട്ടി മാറി ഒറ്റ കാരണത്താൽ, പാർട്ടി എന്നെ പൊതുമണ്ഡലത്തിൽ നിന്ന് മാറ്റി നിർത്തി പാർട്ടി വർക്ക് മാത്രം നോക്കിയാൽ മതിയെന്ന് പറഞ്ഞതാണ് എന്നെ അവഗണിച്ചെന്ന് ഞാൻ പറഞ്ഞത്. പൊതുജനങ്ങളുമായിട്ട് ഇടപെടാനുള്ള ഒരു സ്പേസ് എനിക്ക് തരാതിരുന്നു. അല്ലാതെ പാർട്ടി പ്രവർത്തനമല്ല. അത് മാത്രം പോകാൻ എനിക്ക് വേറെ ജോലിയുണ്ട്. ഞാൻ ജനപ്രതിനിധിയായിട്ട് ഇത്രയും നാളിരുന്ന് ആ പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്ത ആളാണ്. ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരാളാണ്. അത് കാണാതെ, ആ ചെയ്ത പ്രവർത്തനത്തിന് വാല്യൂ വെക്കാതെ അവർ മാത്രം എന്നെ സ്ഥാനാർത്ഥിയാക്കിയതിന്റെ വിലയും പറഞ്ഞുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ഇതെല്ലാം പൊതുമണ്ഡലത്തിൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. സത്യമായിട്ടത് മനസ്സിലാക്കും. അതിന്റെ റിസൾട്ടും ഉണ്ടാവും. കഴിഞ്ഞ 3 അതിലധികമോ തെരഞ്ഞെടുപ്പുകൾ CPM എന്ന ഒരു കേഡർ സംവിധാനത്തോടൊപ്പം പ്രചരണ രംഗത്ത് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി ഈ ഒരു UDF സംവിധാനത്തിലേക്ക് വരുമ്പോൾ ഈ ക്യാമ്പയിൻ സ്വഭാവത്തിൽ വരുന്ന ഒരു മാറ്റം എങ്ങനെയാണ് കാണുന്നത്? ക്യാമ്പയിൻ സ്വഭാവത്തിൽ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ്. ഒന്ന് ഒരു കേഡർ പാർട്ടിയാണ്, BJP ആയാലും CPM ആയാലും. ഇത് മറ്റൊരു പാർട്ടിയാണ്. അപ്പൊ അതിന്റേതായ ഡിഫറൻസ് കുറച്ചുണ്ട്. അതുകൊണ്ടൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും കൊട്ടാരക്കര ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട രാഷ്ട്രീയമാണ്. കൂറുമാറ്റ രാഷ്ട്രീയം തനിക്കെതിരെ പ്രയോഗിക്കുമ്പോൾ അതിനുള്ള മറുപടി പറഞ്ഞു തന്നെയാണ് ഐഷ പോറ്റിയും കളം നിറയുന്നത്. ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം TG സജിത്, ന്യൂസ് 8.